നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി നടി അൻസിബ. തെളിവില്ലാതെയും നോട്ടീസ് നൽകാതെയും പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ ഇരുത്തിയതിന് തൃപ്പൂണിത്തുറ വനിതാ സെൽ CI രേഷ്മയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. പ്രശ്നം പരിഹരിക്കാൻ അമ്മയിൽ നിന്ന് ചിലർ മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നെന്നും അൻസിബ പറഞ്ഞു. നിയമപരമായി മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. ആർക്കെതിരെ? ടിനി ടോമിനെതിരെയാണോ? ടിനി ടോമിനെതിരെ മാത്രമല്ല, തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മയ്ക്കെതിരെ. നിങ്ങൾ അവർക്കെതിരെയുള്ള പരാതി നിങ്ങളെ ഹരാസ് ചെയ്തു എന്നുള്ളതാണോ? ഹരാസ് ചെയ്ത ഒരു നോട്ടീസ് പോലും ഇല്ലാതെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു തെളിവ് പോലും ഇല്ലാതെ, പേഴ്സണൽ അയച്ച ഒരു മെസ്സേജിന്റെ പേരിൽ അവിടെ കൊണ്ടുപോയിരുത്തി 3 മണിക്കൂർ ഇരുത്തി ഹരാസ് ചെയ്ത് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചില്ല അവര്. അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മഞ്ഞുരുക്കൽ സമീപനം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, ചിലരൊക്കെ അങ്ങനെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രേ, അല്ലാണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ ജനറൽ ബോഡി വേറെ ഇങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് വിചാരിക്കാം അല്ലേ? ആയിരിക്കും, അറിയില്ല. അൻസിബയുമായി സംസാരിച്ചതിന് ശേഷം MK ഷുക്കൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഷുക്കൂർ, ഇതിലിപ്പോൾ ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ അൻസിബ നൽകിയിരുന്നു. അതിൻ്റെ ഗ്രൗണ്ട് നമുക്കറിയാം. അതിലെത്ര നിയമ നടപടിയിലേക്ക് പോയാൽ എത്ര വലിയ പ്രതീക്ഷ അതിനകത്ത് അൻസിബയ്ക്കുണ്ട്? ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ തൃപ്പൂണിത്തുറ വനിതാ സെൽ CI രേഷ്മയ്ക്കെതിരെ നിയമ നടപടിക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്? ആ ഇഷ്യൂ എന്തായിരുന്നു? സൈഫുദ്ദീൻ, അൻസിബ് ഉന്നയിച്ച പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, ടിനി ടോം അടക്കമുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി. മറ്റൊന്ന്, തന്നെ വംശീയമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജിന്റെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും അൻസിബയെ വിളിപ്പിക്കുകയും നോട്ടീസ് ഒന്നും നൽകാതെ 3 മണിക്കൂറിലധികം നേരം അവിടെ ഇരുത്തുകയും ചെയ്തു. തന്നെ ഹരാസ് ചെയ്തു എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. ഇക്കാര്യത്തിൽ അൻസിബ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നെങ്കിലും നിയമപരമായി നീങ്ങിയിരുന്നില്ല. ഇപ്പോൾ അവർക്ക് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ 2 വിഷയത്തിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് മീഡിയ വണിനോട് അല്പം മുമ്പ് അവർ പങ്കുവച്ച കാര്യം. അമ്മയെ സംബന്ധിച്ച് അവരുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഭാരവാഹികൾക്കിടയിൽ വേറെയും ഗ്രൂപ്പുകളുണ്ടായി. ഇതോടുകൂടി അമ്മയ്ക്ക് യോഗം പോലും ചേരാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. അമ്മയുടെ ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാകട്ടെ എന്നൊരു തീരുമാനം മമ്മൂട്ടിയും മോഹൻലാലും എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ത്രീകളായ നടിമാരെല്ലാം തന്നെ പ്രധാന പദവികളിലേക്ക് വന്നത്. എന്നാൽ അവർക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. നിലവിൽ അടുത്ത മാസം ചേരുന്ന ജനറൽ ബോഡിയിൽ ഈ അമ്മയുടെ ഭാരവാഹികളെല്ലാം തന്നെ രാജിവെച്ച് പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ മുതിർന്ന താരങ്ങൾ ആലോചിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ആശയവിനിമയം അവർക്കിടയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമോ എന്നൊരു ചർച്ചയാണ് അവർക്കിടയിൽ നടക്കുന്നത്. അമ്മയുടെ ചില ഭാരവാഹികളും അതുപോലെ തന്നെ മുതിർന്ന ചില നടന്മാരും അൻസിബയുമായി ബന്ധപ്പെട്ടും മഞ്ഞുരുക്ക സമീപനം നടത്തുന്നത്. എന്നാൽ അതൊന്നും ഫലപ്രദമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം വലിയ തോതിലുള്ള ഒരു അകൽച്ച ഇവർക്കിടയിൽ ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു. എന്തായാലും അൻസിബ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അൻസിബയെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു എന്നതടക്കമുള്ള ആ പരാതിയും ആക്ഷേപവും അൻസിബയ്ക്കുണ്ട്. പക്ഷെ ഒരു ലീഗൽ ഫൈറ്റിലേക്ക് പോകുമ്പോൾ ആരോപണങ്ങളൊക്കെ തെളിയിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം കൂടി അവിടെയുണ്ട്.